ഹലോ, വിസ തട്ടിപ്പാണല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. ഇനിയും എങ്ങനെ ഈ വിസ സ്കാമിൽ പോയി പെടാതിരിക്കാം, അതിനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഇനി വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? ഫസ്റ്റ് ആണെന്ന് പറയുന്നത് വെരിഫൈഡ് ഏജൻസി. അതായത് ഈ ഏജൻസി ഉള്ളതാണോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അത് രാജ്യത്തേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ, അതായത് നമുക്ക് ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്തിൽ കയറി ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ലൈസൻസ് നമ്പർ ക്രോസ് മാച്ച് ചെയ്യുക. ആ സൈറ്റിലുള്ള ലൈസൻസ് നമ്പറും ഈ കൊടുത്തേക്കുന്ന ലൈസൻസ് നമ്പറും ഒന്ന് തന്നെയാണെന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഓൺലൈൻ റെപ്യൂട്ടേഷൻ. അതായത് ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റിലൊക്കെ കയറിയിട്ട് ഈ ഏജൻസിയിൽ അടിച്ചു കൊടുത്തിട്ട് അവിടുത്തെ റിവ്യൂസ് നോക്കുക. അതായത് ഗൂഗിൾ റിവ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ജോബ് ഓഫർ. അതായത് ജോബ് ഓഫർ നല്ലോണം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ജോബ് തന്നെയാണോ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെരിഫൈ ചെയ്യുക. അതായത് അങ്ങനെ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്യുക. അതിന് പല വഴികളുണ്ട്. ഒന്നെങ്കിൽ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ കയറി ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ ഡയറക്റ്റ് ആ കമ്പനിക്ക് ഒരു മെയിൽ അയക്കുക. ഇത് അടുത്ത നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടെന്നാണ്. അതായത് ഈ സ്കാം നടത്തുന്നവരെ പെട്ടെന്ന് നമ്മളോട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, നാളെ തന്നെ ജോബ് ഓഫർ റിസീവ് ചെയ്യുന്നു, പിറ്റേ ദിവസം തന്നെ പൈസ അടയ്ക്കാൻ പറയുന്നു. സോ സ്കാമുകൾ എപ്പോഴും വളരെ പെട്ടെന്നായിരിക്കും. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് വിസ പ്രോസസ് വെരിഫൈ. അതായത് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ വരാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ വിസ പ്രോസസ് എങ്ങനെയാണെന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് തന്നെയാണോ നിങ്ങളുടെ പ്രോസസ്സ് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് നമുക്ക് ഒരു COS കിട്ടുമ്പോൾ അതിലെ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് നമുക്ക് ജോലി കിട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, നമ്മുടെ സാലറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് പേയ്മെന്റ് സേഫ്റ്റി. അതായത് ചില ഇതുപോലെ HCA വിസ അങ്ങനെയൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിലൊക്കെ വരുന്നവർക്ക് പൈസ നമ്മൾ പേയ്മെന്റ് ആ ഏജൻസിക്ക് പേയ്മെന്റ് ചെയ്യണമല്ലോ. സോ നിങ്ങൾ ഏത് ഏജൻസിക്കാണോ പേയ്മെന്റ് ചെയ്യുന്നത് ബാങ്ക് ത്രൂ മാത്രമേ എല്ലാ പേയ്മെന്റ് ചെയ്യാവൂ. സോ ബാങ്ക് ത്രൂ ആകുമ്പോൾ അതൊരു വാലിഡ് ആണ്. അപ്പം ഇനി ഒരു ഏജൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം, നിങ്ങൾ ബാക്കി മുന്നോട്ട് പോകുന്നതിന്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എബ്രോഡിലേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഉള്ള ആർക്കായാലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ബൈ.